ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം എനിക്കൊന്ന് ഒരാഴ്ചയിലായിട്ടുണ്ടാവും ഒരു വ്ളോഗുമായിട്ട് വന്ന. ലാസ്റ്റ് ആയിട്ട് നമ്മളെ സെക്കൻഡ് നോമ്പ് തുറ വിശേഷങ്ങളും കാര്യങ്ങളല്ലേനോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മൾ നോമ്പ് അതെല്ലാം കഴിഞ്ഞൊരു 10 ദിവസമെങ്കിലും ഇങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നുമുള്ള ടൈം കിട്ടുന്നില്ലേനോ. നോമ്പിൻ്റെ തിരക്ക് മാത്രമല്ല, കുട്ടികളെ ബോർഡ് എക്സാമും ആനുവൽ എക്സാമും അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് അങ്ങനെ തിരക്കായിപ്പോയി. അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടാ. ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ കുക്കിംഗ് എന്നല്ല, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം ചിക്കനെല്ലാം റെഡിയാക്കി വെക്കുക, അങ്ങനെയുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങ് ചെയ്ത് വെച്ചിട്ടാ. അതാവുമ്പം ലാസ്റ്റ് മിനിറ്റ് റഷ് എന്നുള്ള പരിപാടി ഉണ്ടാവില്ല. നോമ്പിന് പ്രത്യേകിച്ചും ആ വൈകുന്നേരം എല്ലാം വീഡിയോ എടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ബഹളമായിരിക്കും. അപ്പോൾ വ്ളോഗ് എടുക്കുന്ന ദിവസം ഞാൻ അധികം സമയം പോലെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കല. കറി ഇന്നലത്തെ ഫിഷ് കറി ഉണ്ട്. അപ്പം കറിയൊന്നും രാത്രിത്തേക്ക് വെക്കണ്ട. ദോശയും പിന്നെ നമ്മളെ പത്തിരി ഉണ്ടല്ലോ, പത്തിരി തന്നെ ഞാൻ റാഗി പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പൊടിയൊന്ന് ഞാൻ കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിതാ ഇവിടെ വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കപ്പിന് 3/4 കപ്പ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 കപ്പ് റാഗി പൗഡറും അതുപോലെ തന്നെ ഏകദേശം 1.5 കപ്പോളം വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിലുപ്പും കുറച്ച് ഓയിലും നമ്മൾ പത്തിരി ആക്കുന്ന പോലെ തന്നെ. പിന്നെ ആ ചൂടോടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിവിടെ അപൂർവമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ, പത്തിരി. നമ്മൾ തെക്കൻ പത്തിരി എന്നെല്ലാം പറയും. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് അത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷെ എനിക്കതെന്തോ ഒന്നാമത് എൻ്റെ അടുത്ത് പത്തിരി പ്രസ്സില്ല, ഉള്ളത് മര്യാദയ്ക്ക് പ്രസ്സാവാത്ത സംഭവം. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ഈ ചൂടോടുകൂടി ഈ ഡോ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആഹിൽ വന്നിട്ട് എന്നെ വിളിച്ചേനു. ഓന് ഈ പില്ലോസെല്ലാം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുതപ്പെല്ലാം ഇങ്ങനെ ആക്കിയിട്ടൊരു വീട് പോലെ ആക്കുമല്ലോ. ഞാനെല്ലാം പണ്ട് ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം TV അധിക സമയം ഞാൻ വെക്കാൻ വിടൂല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്ന കുറേ കളികളാണ്. അപ്പോൾ ആദ്യം ഉണ്ട് ഓൻ്റെ കൂടെ. അപ്പോഴേ എനിക്ക് തോന്നിയിന് ഇത് അടിച്ച് പിരിയുന്നു. അങ്ങനെ അവർ തെറ്റി, പിന്നെ ഓൻ മാത്രമായി. അങ്ങനെ ഓൻ്റെ വീടെല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിനേനു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വന്നിട്ട് വിളിക്കുക. പോയിട്ടില്ലേ പിന്നെ ആകെ ഇടങ്ങാറായിരിക്കും. അതുകൊണ്ട് ഒന്ന് പോയി അതെല്ലാം ഒന്ന് നോക്കി അടിപൊളിയാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വന്നേട്ടാ. ഇന്ന് ഞാൻ മെയിനായിട്ട് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതെല്ലാം ഇറാനിപ്പോള ഉണ്ടല്ലോ, അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറാനിപ്പോളയും പിന്നെ നമ്മളെ ക്യാരറ്റ് പോളയും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പിയെല്ലാം നിങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് അറിയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇറാനി പോളക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മസാല റെഡിയാക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐറ്റം വൈറലായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ബീച്ചിലെല്ലാം വൈറലായിട്ടുള്ള നമ്മളെ കൂന്തൽ നിറച്ചത്. അത് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിനു, സാധാ ഉള്ളീൻ്റെ മസാലയെല്ലാം വെച്ചിട്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയ ഞാൻ ഈ അടുത്ത് എന്നല്ല, നോമ്പെല്ലാം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സഫാരീൻ്റെ മേലെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിനേനു. അപ്പം ഫില്ലിങ്ങിൽ നമ്മൾ റൈസാണ് വരുന്നത്. കൂന്തളും റൈസും ഒക്കെ ഇട്ടിട്ട് നല്ല ഫ്ലേവറും അത്യാവശ്യം എരിവും എല്ലാം ഉണ്ടേനു. അത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടേനു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പം ഞാൻ അന്നേ വിചാരിക്കുന്ന ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൂന്തൽ വാങ്ങിച്ചിരുന്നു, ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വാങ്ങിച്ചതിൽ എല്ലാം ഒന്നും അങ്ങനെ വലിയ സൈസില്ല. നറുക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് വലിയ സൈസ് വേണം. തീരെ ചെറുതിൽ ഫില്ലയിൽ ഭയങ്കര ഇടങ്ങാറാണ്. അതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ആ ഡോ
ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഞാൻ ലാസ്റ്റ് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം കേട്ടോ കൈ യൂസ് ചെയ്തേ. ഇനിയിപ്പം ഞാൻ പറഞ്ഞ കൂന്തൽ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അപ്പം മീനെല്ലാം ക്ലീനാക്കി കഴിഞ്ഞിട്ട് പോയിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിക്കുന്നത്. ഇല്ലേ പിന്നെ കൈയെല്ലാം, പ്രത്യേകിച്ച് ഈ സീ ഫുഡെല്ലാം ആകുമ്പം നല്ല മണമല്ലേ. അപ്പം അങ്ങനെ അതെല്ലാം അവിടെ ക്ലീനാക്കി വെച്ച്, പിന്നെ ഇതിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ള 3 മണിയെല്ലാം അതിനട്ടാ. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഈത്തപ്പഴമെല്ലാം വെച്ചെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം കൂന്തൽ നിറച്ചതിലേക്ക് കുറച്ച് ഉള്ളി വേണം, ഒരുപാടൊന്നും ഉള്ളി വേണ്ട. റാനിപ്പോളയിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അത്രേ ആവശ്യമുള്ളൂ. കറി ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ മീൻ കറി ഉണ്ട്, അതുകൊണ്ട് കറി ഉണ്ടാക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുന്ന കൂന്തൽ നിറച്ചതിനുള്ള ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളി മതിയാവും. വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വന്ന്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, തീ നന്നായിട്ട് കുറക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വേപ്പില, ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് കൂന്തൽ ആവശ്യമുണ്ട്, എന്നാലേ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചെറിയ കൂന്തളെല്ലാം ഉണ്ടായിരുന്നു, അപ്പം 3-4 അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. പിന്നെ അതൊന്ന് റെഡിയായി വരും, കുറേ ടൈമൊന്നും എടുക്കില്ല ഇത് കുക്കായി വരാൻ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ഉള്ളിയാട്ടാ, ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. സാധാ ചോറ് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ തന്നെ പകുതിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല റെഡി ആയിന്, അത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇറാനി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കൂടെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ. ആ ഒരു പാനിൽ തന്നെയാട്ടോ റെഡിയാക്കുന്നത്. ഞാൻ കഴിയുന്നത് ഒരു പാൻ തന്നെ യൂസ് ചെയ്തിട്ട് മസാലകളെല്ലാം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കുന്ന് പാത്രം ഉണ്ടാവും നോമ്പ് തുറക്കുമ്പോൾ കഴുകാൻ. അപ്പോൾ ഇതാവുമ്പം ആ ഒരു പ്രശ്നം വരില്ലല്ലോ. മസാല അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മെല്ലെ കൂന്തൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫില്ല് ചെയ്യൽ ഭയങ്കര ഇടങ്ങാറായിരുന്നു. ഞാൻ ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടണമല്ലോ. അങ്ങനെ ആദ്യം സ്പൂൺ കൊണ്ട് ഇട്ട് നോക്കി, അപ്പോൾ സ്പൂൺ കൊണ്ടാകുന്നില്ല. അപ്പം ഞാൻ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മളെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അതുകൊണ്ടൊന്നിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് നമ്മളെ ഇറാനി പോളേൻ്റെ ആ മസാലയിലേക്ക് ഞാൻ ചിക്കനും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിന്. നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ അത്. പിന്നെ മസാലയെല്ലാം കോമൺ ആയിട്ടുള്ള മസാല തന്നെയാണ്, നമ്മൾ സാധാരണ ചേർക്കുന്ന പൊടികളെല്ലാം ഇട്ടിട്ടുള്ള മസാലയാണ്. ഞാൻ പിന്നെ ഈ ഒരു ഇറാനി പോള ഇതും അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവം ഒന്നല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ നോമ്പിനെങ്ങാനായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഞാനിത് ഉണ്ടാക്കുമ്പോൾ അധികവും റെഫർ ചെയ്യുന്ന ഒരു വീഡിയോ നിതാഷാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കൽ. അവരെ വേറെയും 1-2 ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് നന്നായിട്ട് വന്നിന്. അപ്പോൾ അതാട്ടോ ഞാൻ റെഫർ ചെയ്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് വന്നതുകൊണ്ട് ഞാൻ അതന്നെ ഫോളോ ചെയ്താൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം.
അരക്കപ്പ് ഓയിലെങ്ങാനാണ് ചേർക്കേണ്ടത്. ഞാൻ അത്രയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ മാത്രം ഒരു പേരിന് ഒഴിച്ചിട്ടേ ഉള്ളൂ. എന്നാലും നന്നായിട്ട് തന്നെ വന്നിന്. അങ്ങനെ കുറേ ഓയിൽ ചേർക്കാത്തതുകൊണ്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടീന്. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്തിന്. അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇല്ലാണ്ട് പെട്ടെന്ന് മസാല ഇട്ട് കൊടുത്താൽ ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് കുറച്ചൊന്ന് ഉറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും മേലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മേലെ ക്യാപ്സിക്കം, കളർഫുൾ ക്യാപ്സിക്കമാണ് അങ്ങനെ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മസാലയും കൂടെ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് സിമ്മിൽ വെക്കുക. അതാ വേണ്ട, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകുക അറിയാലോ. ഞാൻ ഒരു കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ ചെയ്തിന്. അപ്പോൾ ഈ ബാറ്ററിലേക്ക് മുട്ട, പാല്, മൈദ, ഓയിൽ, വെളുത്തുള്ളി, കുരുമുളക്, ഇങ്ങനെയുള്ള ഐറ്റംസ്, ഉപ്പ് എല്ലാം ഉണ്ട്. ആ ഫൈനൽ ലുക്ക് ഇങ്ങനെയാട്ടാ. ഇനി ആ ഒരു ഗ്രീനും വൈറ്റും എല്ലാം വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം, നമുക്കത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഇതാക്കി നോക്കിയാൽ മനസ്സിലാവും വെന്തിനോന്ന്. ഇനിയിപ്പോൾ നമ്മളെ കൂന്തൽ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ബോയിൽ ചെയ്യാനല്ല, സ്റ്റീം ചെയ്യാൻ വെക്കാം. കൂന്തൽ ഞാൻ ഫുള്ളായിട്ട് ഇതിങ്ങനെ ആക്കിയെടുത്തിനെ. എൻ്റെ അടുത്തുള്ള കൂന്തലിൻ്റെ വലിയ സൈസുള്ള നോക്കിയിട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ എടുത്തിന്. അപ്പോൾ ഇതെങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാ കൂന്തൽ റെഡി ആയിന്. ഇനി ഇത് സാധാ പോലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മസാലയെല്ലാം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിൽ ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. അതായത് മൊത്തത്തിൽ ആ ഒരു മസാല കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് മസാലക്കും പിന്നെ ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുന്നത്. ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നമ്മളെ ജീരകത്തിൻ്റെ പൊടി, പിന്നെന്താ കറിവേപ്പില മസ്റ്റാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കുറച്ചേ വേണ്ടുവേ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, സംഗതി റെഡി. അപ്പം നമ്മൾ ഇറാനി പോളേൻ്റെ ആ പാനിലേക്ക് തന്നെ അടുത്ത ഐറ്റം ഉണ്ടാക്കുന്ന. അപ്പം ഞാൻ ചെയ്യൽ നെയ്യ് എന്തായാലും അതിൽ ഒഴിക്കണമല്ലോ. അപ്പോൾ ആ നെയ്യ് തന്നെ കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുത്ത് മാറ്റും. എന്നിട്ട് അതിലേക്ക് തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇതാകുന്ന ടൈമിൽ ഞാൻ ക്യാരറ്റ് പോളേൻ്റെ ബാറ്റർ റെഡിയാക്കിനേനു. ഞാൻ 3 ക്യാരറ്റാട്ടോ എടുത്തിട്ടുള്ള, അത്യാവശ്യം വലിയ സൈസ് ഉണ്ടേനു. 3 ക്യാരറ്റ്, 3 മുട്ട, പാൽപ്പൊടി, പിന്നെ പഞ്ചസാര, ഏലക്കായ്പ്പൊടി എല്ലാം എടുത്തിട്ട് അങ്ങനെ അരച്ച് റെഡിയാക്കിയതാണ്. പിന്നെ ക്യാരറ്റ് പോള എപ്പോൾ ഉണ്ടാക്കിയാലും അതൊരു നോ ഫെയിൽ റെസിപ്പി ആയിരിക്കും. എന്തായാലും റെഡിയാവും. മുട്ടയും പിന്നെ എന്താ പറയുക ക്യാരറ്റും എല്ലാം കൂടെ എന്തായാലും സെറ്റായി കിട്ടും. പിന്നെ കുറേ ലൂസായി പോകാണ്ടിരിക്കണം. പിന്നെ വെള്ളമൊന്നും ചേർക്കില്ല. അങ്ങനെ ഇതും അടുപ്പിൽ വെച്ച് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ച കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ സമയമെടുത്ത് അതായിക്കോട്ടെ, ഇനി വേറെ ഐറ്റമൊന്നും ആവാനില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മളെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിനേനു. പിന്നെ ഇതാ കുട്ടികൾ സാധനങ്ങളെല്ലാം കൊണ്ടാക്കുന്നുണ്ട്. നന്നാറി സർബത്തുണ്ടേനു, അത് കുട്ടികളാട്ടോ റെഡിയാക്കിന്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ റൈസ്ക്കില്ല. റൈസ്ക്കാക്ക് അധികവും പുറത്ത് നോമ്പോറുണ്ടാവും. ചിലയിനെല്ലാം പോവും, ചിലയിന് പോവാണ്ട് വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുറക്കും. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആട്ടാ നമ്മളെ
എന്താ പറയുക, ക്യാരറ്റ് പോള റെഡി ആയിന്. അങ്ങനെ നമ്മളെ നോമ്പ് പറയും പിന്നെ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് പിന്നെ കുട്ടികളവർക്ക് എക്സാം ആയതുകൊണ്ട് അവരെല്ലാം പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റൈസ്ക്ക നോമ്പെല്ലാം തുറന്ന് വന്നപ്പോൾ നോമ്പ് തുറക്കാൻ പോയെടുത്തുനിന്ന് നല്ലൊരു ചായ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൈസ്ക്കാക്കുള്ള ചായ റെഡിയാക്കുന്നതാണ്. ഒരു ചായയെ കുടിക്കുകയുള്ളൂ നോമ്പായി കഴിഞ്ഞാൽ. അത്താഴത്തിന് എണീച്ചാൽ അങ്ങനെ പാൽ ചായ കുടിക്കില്ല. അപ്പോൾ ഈ നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ചായ അത് നല്ല ചായ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തലവേദന അത് അങ്ങനെയെല്ലാം ആവും. അപ്പം ഞാൻ ചായ റെഡിയാക്കുന്ന. അപ്പോൾ എന്തായാലും കൂന്തൽ ഇഷ്ടമുള്ളവരൊന്ന് കൂന്തൽ നിറച്ച് ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ഫില്ലിങ് വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ റൈസാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ഉള്ളി മസാലേനേക്കാളും. പിന്നെ ഇതാ പത്തിരിയും കൂടെ ആക്കുന്നുണ്ട്. ഇത് ഞാൻ കൈയും കൊണ്ട് പരത്തിയിട്ട് ആക്കുന്ന കേട്ടോ, അതുകൊണ്ട് ഭയങ്കര ടഫേനു. നമ്മളെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ കുറച്ച് ഈസിയാണല്ലോ, പെട്ടെന്നാവും. പിന്നെ ഇത് കുട്ടികൾക്കൊന്നും വേണ്ട, കുട്ടികൾക്ക് സാധാ ദോശയാക്കുന്നത്. എനിക്കും റൈസ് കാക്കുള്ളിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വ്ളോഗ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് കിച്ചൺ ക്ലീൻ ആക്കലും പാത്രം കഴുകലും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ വേഗം തന്നെ ഞാൻ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും, വരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാ.